വന്നപ്പോ തൊട്ട് ഇവിടെ ഫുൾ ആംബിയൻസ് ആയിരുന്നു. ചുറ്റിക്കറങ്ങി പാതി വരെ കണ്ടിട്ടുള്ളൂ. എന്റെ കൊച്ചു മുതലാളി വേറെന്തോ ഒരു സന്ദർഭത്തിൽ കാളയാണല്ലോ, പാലൊക്കെ നിറയെ കിട്ടും. ആണോ? എത്ര ലിറ്റർ പാല്? 100 ലിറ്റർ വരെ കിട്ടും. ഗസ്റ്റുകൾക്ക് വേണ്ടി ഇമ്പോർട്ടന്റ് ചെയ്ത ഇത് എണ്ണയായിരുന്നോ? വെള്ളം വന്ന് വിചാരിച്ച് കൈ കഴുകിയല്ലേ? അയ്യോ. തങ്കു വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? പിന്നെ എന്തൊക്കെയാ കുക്ക് ചെയ്യുന്നത്? കള്ളം പറഞ്ഞ അങ്ങനെ ഇത്രയാണ് മോളെ എന്ന് പറയുമ്പോൾ എന്റെ തോളൊന്ന് ചെറുതായിട്ട് ചരിഞ്ഞു. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയറും. ഞാൻ പോട്ടെ, വയ്യേട്ടാ, എനിക്ക് ക്ഷീണിച്ചിരിക്കും. ദത്തുപുത്രനെ ദൂർത്ത് കണ്ട് എന്തൊക്കെയോ കുറവുണ്ട് കേട്ടോ, ഒന്ന് നോക്കോ. ബുദ്ധിയാണെങ്കിൽ ഈ മനുഷ്യന് കുറച്ച് കുറവുണ്ട്. അതായിരിക്കും ഇനി ബുദ്ധിയുള്ളവരങ്ങോട്ട് ഇളക്കിയ ഞാൻ കൂടെ തന്നെയല്ലേ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങ് പോവാ നിങ്ങൾ. നമുക്കിത് നല്ല ടൈഗർ പ്രോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. തങ്കുന് ഇഷ്ടമുണ്ടോ കൊഞ്ച്? കൊഞ്ച് ഇഷ്ടമാണ്. ഞാൻ കൊഞ്ചിന്റെ ഒരു മാസ്റ്റർ പീസാണ് കൊഞ്ച്. കൊഞ്ചിനറിയാമോ ഇത്? പിന്നെ കൊഞ്ചിനും കൊഞ്ചിന്റെ ബന്ധുക്കൊക്കെ അറിയാം. ആണോ? ഈ കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു എന്താണ് അതിനെ പറയുന്ന വെയിൻ അതിനകത്തുണ്ട്. അതിനെ ഇങ്ങനല്ലേ ഇത് പ്രക്ഷേപം ചെയ്യാനല്ല. കൊഞ്ച് അതൊരു ജീവിയാണെങ്കിലും അതിനെ നമ്മൾ കറി വയ്ക്കാനാണ് പോണത്, അല്ലാതെ അതിനെ സ്നേഹിക്കാനല്ല. ഇത് എണ്ണയിലിട്ടൊക്കെ പൊരിക്കാണ്ട്. എന്നാലും അതിനും ഒരു സഹതാപം, സ്നേഹത്തോടെ തലയേർത്ത് മാറ്റാൻ. ഞാൻ നല്ല സ്നേഹത്തോടെയാണ് നിന്നെ ഇപ്പൊ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലട, ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാല് അഞ്ജലി ഇത് നന്നാക്കാൻ, കൊഞ്ചും പ്രോൺസൊക്കെ നന്നാക്കാൻ വേണ്ടി ഇതേ അറിയൂ. കിട്ടി കണ്ടാ, അതിന് എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടാ, ഈ സാധനം വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ എടുക്കണം. ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോവരുത് അതിന്. ഇതില് പിന്നെ കുഞ്ഞന്മാരെ താലി വലിച്ചെടുക്കും. ഈ പച്ച കളർ സാധനമൊക്കെ വരുന്നത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ വിഷാംശമാണ്. അതിനെ നമ്മൾ ഇതിനെ ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലീൻ ചെയ്തെടുത്തത്. അതായത് നമുക്ക് ഈ തല കളയാൻ ഉദ്ദേശമില്ല. ഓഹോ, ഇത് ക്ലീൻ ചെയ്തതാണോ? അതെ. അല്ല, ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചോലിരിക്കും. അതെ അതെ അതെ. ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തേക്കാം. ഇനി തങ്കു എങ്ങനെ ക്ലീൻ ചെയ്യണേ നോക്കി. ഇത്രേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് ഉണ്ടോ? പക്ഷെ അതിന്റെ തല ഇവിടെ കിടക്കുമല്ലേ. പിന്നെ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു ഉരുളക്ക് ഇത് മതി. തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ ആവശ്യമില്ല. നമ്മൾ ഇത് ബാക്കി മാംസം മാത്രം എടുക്കുക. അല്ലെങ്കിൽ തല കൊണ്ട് ബാങ്കിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. അല്ല, ഇത് തല ഇത് കണ്ട നമുക്കിപ്പം 3 കട്ട് ചെയ്യാണ്. ഏതാണ്? അപ്പൊ 3 ഉരുളക്ക് ഒരു കൊഞ്ച്. മനസ്സിലായ? ഒരു പടിക്ക് 4 പക്ഷി എന്ന് പറയുന്നത് 2 അല്ലേ ഇത്? 2 പക്ഷിയാ. ഞാൻ ഇതും കൂടെ വയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. ഇതിപ്പം ക്ലീൻ ചെയ്തത് ഏതാണ്, ഞാൻ ക്ലീൻ ചെയ്ത ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും. കാരണം നമുക്കിത് വലിയ വശമില്ലല്ലോ. അങ്ങനെയല്ല. ചിലപ്പം നീ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ഭംഗിയോട് കൂടി ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം, കാളമരവി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പല പേരെ മണ്ടയിൽ കയറി എന്നിട്ട് ഇങ്ങോട്ട് പിച്ചാത്തി കൊണ്ടുപോകാ എന്ന് പറഞ്ഞിട്ട് ഇത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ ചേട്ടാ, ഈ വെയിൻ എടുക്കില്ല. എങ്ങനെ ഇത് എടുക്കാതെ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? ഉണ്ട്. അതിനകത്ത് ഒരു വിഷാംശം ഉണ്ട് അതിനകത്ത്. ആണോ? അത് എടുത്ത് തന്നെ ചെയ്യണം. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്ക് എങ്ങനെയാണ് ഈ അതിന്റെ സ്പെഷ്യൽ ചെയ്യുന്നത്? പുള്ളിക്കാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് വാഴ ഇലയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. ഐറ്റംസുകളിൽ ഏറ്റവും കൂടുതൽ പേരുകളും ഏറ്റവും കൂടുതൽ വെറൈറ്റി ഐറ്റംസുകൾ. പിന്നെ കൊഞ്ച് പറ്റിക്കൽ, കൊഞ്ച് പിന്നെ ഈ പറ്റിക്കൽ എന്ന് പറഞ്ഞാലേ ഒന്നാതെ ഇതിനെ പറ്റിച്ചാണ് പിടിക്കുന്നത്. ചൂണ്ടിട്ട് പറ്റിച്ചല്ലേ പിടിക്കുന്നത്. അതിനെ കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് പറ്റിക്കല്ലേ. പിന്നെ എത്ര പ്രാവശ്യം നമ്മളാരും പറ്റിക്കപ്പെടുന്നു അല്ലേ? അതെ. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് പറ്റിച്ചാൽ അറിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നീ അറിയുന്നുണ്ടോ നിന്നെ പറ്റിക്കുവാന്ന്? ഇതിന്റെ ഈ അല്ലാതെ വരുന്ന സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഈ വറുത്തരച്ചുള്ള സംഭവങ്ങളുണ്ടോ? തീര വെക്കുന്ന കണ്ടിട്ടുണ്ട്. കൊഞ്ചിന് എന്തൊക്കെ പേരുണ്ട്? കൊഞ്ച്, ചെമ്മീൻ എന്ന് പറയും. പിന്നെ വേറെന്താണ്? ഇത് രണ്ടും അല്ലേ? അല്ലേ? പ്രോൺസ്. അല്ല, അത് ഇംഗ്ലീഷ് വാക്ക്. ഞാനത് ഇംഗ്ലീഷ് വാക്കൊന്നും ഞാൻ പറയില്ല. പറയാൻ വേറൊന്നുമല്ല, നമുക്ക് ഇനിയും കാണണ്ടേ. ഇനിയും കാണണ്ടേ.
പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരണമെന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ സിനിമ ഓർമ്മ വരില്ലേ? അയ്യോ, ഞാൻ ഇത് ആരെ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നതെന്നാണ് ഞാൻ നോക്കിയത്. എന്നിട്ട് ഈ പാട്ടായിട്ട് തോന്നിയിട്ടില്ല? എടി ശങ്കർ ദുഷ്ടത്തി. ആരോ ഊതുന്നു. പാട്ടിലോട്ട് വാ, മെയിനിലോട്ട് വാ. എന്താ ചേട്ടാ, പറയാ, ഇത് ഈ പച്ച സാധനം എന്താണോ ഇത്? പാടേണ്ടി വരുമെന്ന് നോക്കിയതാണ്. പാടിക്കോ. ഈ പച്ച സാധനത്തെ തന്നെ പിടിച്ചോണ്ട് നിൽക്കുകയാണല്ലോ, വേറൊന്നിലേക്കും അങ്ങോട്ട് അല്ല, ഇത് ഞാൻ കണ്ടിട്ടില്ല. കൊഞ്ച് പലതവണ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിപ്പം പച്ച സാധനം കണ്ടിട്ടില്ല ഇതില്. ഞാനിപ്പോ പറഞ്ഞ ചെമ്മീൻ സിനിമയിലെ രണ്ടുപേര് പാട്ട് പാടിയൊക്കെയാണ്. ആ. പക്ഷേ നിന്റെ ഭാഗത്തുനിന്ന് ഷീലാമ്മയുടെ ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഷീലാമ്മയുടെ ഡയലോഗ് പറയാം. ഏതാ പറ, ഏത് പറയണം? ഷീലാമ്മയുടെ ഡയലോഗ് ചെമ്മീനില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരൂല. എന്നാല് ഏതിലൊക്കെ ഞാൻ എന്റെ കേട്ടിട്ടുണ്ട്. കൊച്ചു മുതലാളി. ഇത് ശീലാമ്മ വേറെന്തോ ഒരു സന്ദർഭത്തിൽ ഇത് പറഞ്ഞ പറയുന്ന പോലെ ഉണ്ട്. ഇത് പറഞ്ഞ ഷീലാമ്മയല്ല, ഇത് പറഞ്ഞ ലീലാമ്മയാണ്. അയ്യോ അയ്യോ ചേട്ടാ, എനിക്കാണെങ്കിൽ കൊഞ്ച് തോരൻ വെക്കാൻ അറിയാം. പിന്നെ കൊഞ്ച് തേങ്ങാപ്പാൽ വെച്ചൊരു കറി വെക്കും. അതിൽ ഞാൻ എക്സ്പേർട്ടാണ്. പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ വാഴയിലയില് വറ്റിക്കുന്ന പരിപാടി, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ആ അതെ. അപ്പൊ പരീക്ഷണം തങ്കുവാണ്. തങ്കുവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും വെച്ചു കൊടുക്കാം. തങ്കുവിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെക്കാം. അല്ല, ഞാനത് കേട്ടിട്ടില്ല. വാഴയിൽ വെച്ച് പറ്റിക്കുന്ന സംഭവം ഞാൻ കേട്ടില്ല. ബാക്കിയുള്ള വറുത്തരച്ച് കറിയും അങ്ങനെയുള്ള സംഭവങ്ങൾ, പ്രോൺസ് ഫ്രൈയും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഞാൻ കൂടെ നിന്ന് സഹകരിച്ച് തരും കേട്ടാ. മുഴുവനായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങില്ല. തങ്കു എല്ലാം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഹലോ, ഇത് എന്നാ ഇവിടെ പരിപാടി? ഞങ്ങൾ ക്യാരംസ് കളിക്കുന്നത്. തങ്കു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് വെച്ച് എന്നാ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണേ? എന്നെയാണോ ഉദ്ദേശിച്ചത്? അയ്യോ, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതല്ലത്, അത് കൊഞ്ചാണോ? ഇപ്പൊ തന്നെ 2 പച്ചക്കറി തിന്നിരിക്കുകയാണ്. ഞങ്ങൾ ഓണത്തിനൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു. വെറൈറ്റി ആയിട്ട് കൊഞ്ച് പിടിക്കാൻ വേണ്ടി പോവാണ്. കൊഞ്ച് പിടിക്കാൻ ഇത് കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ വിടൂ പോവാൻ പറ്റുമോ എന്നുള്ളത് ഇനി നമ്മൾ എന്നുള്ള കാര്യം നമുക്ക് ഇത് കഴിച്ചതിന് ശേഷം തീരുമാനിക്കാം. അല്ലെങ്കിലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. കാരണം വന്നപ്പോ തൊട്ട് ഇവിടെ ഫുൾ ആംബിയൻസ് ആയിരുന്നു. ചുറ്റിക്കറങ്ങി പാതി വരെ കണ്ടിട്ടുള്ളൂ. ബാക്കി പാതി നിങ്ങൾ കാണിച്ചു തരണം. ബാക്കി ഭാഗം ഓക്കെ, നമുക്കിതിനെ ക്ലീൻ ചെയ്തെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നിർത്തിയാലോ. ചുറ്റിക്കറങ്ങി കാണാം, ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാം കൊണ്ട് എന്റെ തലയെ കൊണ്ട് വെക്കരുത്. ഞാനൊരു സൈഡ് വരെ നിന്ന് തരും കേട്ടാ. വിജയപരാജയങ്ങളെല്ലാം ഏറ്റെടുത്തോളാം. ഞാൻ ചെയ്യണം. ഞാൻ നിങ്ങളെ സഹായിക്കാം. കഴിക്കാൻ വരുമോ? ഉറപ്പായിട്ടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് പോവാം. ഗസ്റ്റിനെ സ്വീകരിച്ചോണ്ട് പോവാം. അപ്പൊ ഇതാരെടുക്കും? ഗസ്റ്റിനെ കൊണ്ട് എടുക്കില്ല, ഞാൻ തന്നെ എടുക്കാം. അല്ലെങ്കിലും ഞാൻ എടുക്കത്തില്ല, ഞാൻ കഴിക്കത്ത് മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷം. വളരെ വളരെ സന്തോഷം. തങ്കു എടുക്കുന്ന തങ്കു ആണ് ഫുള്ള് ക്ലീൻ ചെയ്തേനെ. ഇനി നമ്മുടെ കിങ്ങിണി മങ്ങിണിയെ കൂടെ കാണിച്ചു കൊടുക്കാം. കിങ്ങിണി മങ്ങിണിയല്ല, രാജേഷും സരളയും. അല്ല, അത് ഞാനൊരു ചെല്ലത്തിന് വേണ്ടി പറഞ്ഞതാണ്. നമ്മളിവിടെ അതായത് നല്ല ശുദ്ധമായ, ഞങ്ങൾ തന്നെ നല്ല പുല്ലും ഒക്കെ കൊടുത്ത് ശുദ്ധമായ പാല് കൊണ്ടുള്ള ചായയും അങ്ങനെയുള്ള വിഭവങ്ങളാണ്, തൈരും അങ്ങനെ വിഭവങ്ങളാണ് വരുന്ന ഗസ്റ്റിന് ഞങ്ങൾ കൊടുക്കുന്നത്. ഓ, എല്ലാ യുവമാര് തരും, എല്ലാം തരും. അവൻ തരും. അത് സാരല്ലേ, കാളയാണല്ലോ, പാലൊക്കെ നിറയെ കിട്ടും. ആണോ? എത്ര ലിറ്റർ പാല്? 100 ലിറ്റർ വരെ കിട്ടും. അടിപൊളി. അതെ, അതിന്റെ പേര് രാജേഷ് എന്നാണ്. ഓക്കെ, കാളയാണ്. ഈ 100 ലിറ്റർ പാല് ഞാൻ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നത് ഏതാണ് സത്യം ഏതാണ് കള്ളെന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ അടുത്ത് നിൽക്കുമ്പോ സൂക്ഷിച്ച് നിൽക്കണം. ഇവര് തമ്മിലുള്ള ആ ഒരു വിവാഹ ബന്ധം അവനക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ആണോ? ആ ഒരു കലിപ്പ് കാണിക്കുന്നുണ്ട്. അവന്റെ അടുത്ത് നമ്മള് പോയാൽ ഇത് പോസിറ്റീവ് ആവുന്നു. അവൻ വളരെ സ്നേഹത്തിലാണ്, പക്ഷെ ഇവക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ വന്ന് നിന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ, അത്ര അനുസരണയാണ്. ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അല്ല, ഞാനിപ്പോ ഇവിടെ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞേ ഇറങ്ങിയുള്ളൂ. ഇൻഷുറൻസുകാരുമായിട്ടുള്ള കോള് നടക്കുന്നേ ഉള്ളൂ. ഹലോ, അത് ബിൻസി കേട്ടാ, ബിൻസി. കടിപ്പാണേ. ബിൻസി ബിൻസി. ഇത് കടിക്കോ? ഡെലിബറേറ്റിയാണ്. ഇവിടെ പട്ടി വളർത്തുന്നില്ല, ഇത് കടിച്ചോളും. കടിക്കുമെന്ന്
ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് ഞാൻ നമുക്ക് പോയാലോ? നമുക്ക് പെട്ടെന്ന് പാചകം ചെയ്ത് ഇതിനെ പറഞ്ഞു വിടാം. ബിൻസി മാമിയെ പറഞ്ഞു വിടട്ടെ ഞങ്ങള്. അതെ, ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലേ? അതെ, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, പെട്ടെന്ന് പോവാം. ഓക്കെ ഓക്കെ. ബൈ. കൊക്കോക്കാരെ തോട് മതിയാ? ആ മതി. അതായത് ഇത് ഇവിടുത്തെ കാട്ടുപുല്ലല്ല, നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇത് ഞങ്ങള് ഗസ്റ്റുകൾക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ചെയ്ത പുല്ലാണ്. തൊട്ടാവാടി വരെ നമ്മൾ തായ്ലൻഡിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. വേറെ സാധനം കൂടെ പരിചയപ്പെട്ടു. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ വെറൈറ്റി ഡാങ് സൂര്യ റെഡ് ജാക്ക്, അതാണ് അതിന്റെ ഇംഗ്ലീഷ് നാമം. അടിപൊളി. അതായത് നമ്മളെ കൂട്ടുകാരൻ ഇത് കൊണ്ടുവരികയും ഞങ്ങളത് തിന്നിട്ട് ഞങ്ങൾ തന്നെ അതിന്റെ ചക്കയരിയൊക്കെ വിതറിയതിന്റെ ഭാഗമായിട്ടാണ് ഈ നിൽക്കുന്ന പ്ലാവെല്ലാം. എല്ലാം നമ്മൾ തങ്കുവിന്റെ സൈസ് ഒപ്പിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. തങ്കുവിന്റെ സ്വയം പര്യാപ്തതയാണ് ഈ ഹോം സ്റ്റേയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വെറൈറ്റി അല്ലേ? ഒരു ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ ആ ഇരിപ്പാണ്. അയ്യോ, അല്ല, ഓരോന്ന് പരിചയപ്പെടുത്തുമ്പോഴേ നമ്മൾ നല്ല വ്യക്തമായിട്ട് പരിചയപ്പെടുത്തണം. അതെ, അതിൻ്റെ ഒരു അങ്ങനെ കാണിച്ചില്ല. ഇതാണ് അമ്പഴം ഫ്രം അന്റാർട്ടിക്ക. ആണോ? അതെ, ഞാൻ പറയുമായിരുന്നു, പക്ഷെ ഞാൻ ഇനി പറഞ്ഞിട്ട് വേണം വേറെ ഇതൊക്കെ സത്യമാണോ? അത് പറിക്കാം, പച്ചയ്ക്ക് കഴിക്കാം, പഴുപ്പിച്ച് കഴിക്കാം, പച്ചരട്ട് കഴിക്കാം. ഓക്കെ, പല പല വെറൈറ്റി ഐറ്റംസുകളാണ്. നന്നായി. ഇവിടെ ഒരു വാഴക്കുഴിയുണ്ട്, അത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതെ, ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്, ഈ കൊഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിഷസും. എനിക്ക് തോന്നുന്നു ഈ 90% നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സീ ഫുഡ് ഐറ്റംസിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം കാണും. ഫേവറേറ്റ് കൊഞ്ചായിരിക്കും. അതെ, അപ്പോൾ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ പറഞ്ഞ ഐറ്റംസിന്റെ പേര് കൊഞ്ച് ഇലയിൽ പൊള്ളിച്ചത്. എനിക്ക് അങ്ങനെ ടീസ്പൂൺ കണക്കൊന്നും പറഞ്ഞാൽ അറിഞ്ഞൂടാ കേട്ടോ. ഇങ്ങനെ അതെ, അങ്ങനെയാണ് ശീലം. നമുക്ക് എല്ലാം കവർ ചെയ്ത് ഉപ്പ് ഇടാം. കഴിക്കാനുള്ളതാണ്, ആ സ്നേഹം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, അപ്പൊ തന്നെ എല്ലാം ശരിയാവും. ഓക്കെ, ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇത് കയ്യിലെടുക്കുമ്പോൾ എല്ലാം വന്ന് വീഴുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇല്ലാണ്ട് നമുക്ക് കയ്യിലെടുക്കുന്നതിൽ കുഴപ്പമില്ല, എന്നാലും എടുക്കാല്ലേ? ഇനി എടുക്കാം. ഈ എന്താണ് ഉപ്പ് അതിലായത് നമ്മളോട് അറിയില്ല, ഇനി അറിയില്ല. നമുക്ക് എത്രയും നല്ല ഭംഗിയിൽ ആ ടേസ്റ്റിൽ കൊടുക്കണമെങ്കിൽ ആ കൈവച്ച് തന്നെ നമ്മൾ എടുത്ത്. ഇത് നമ്മുടെ മെയിൻ പരിപാടി. ഇത് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എണ്ണയായിരുന്നോ? വെള്ളമാണെന്ന് വിചാരിച്ച് കൈ കഴുകിയല്ലേ? അയ്യോ, അതെ, എണ്ണയായ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എണ്ണ ഇലയിൽ തുടയ്ക്കാം. ഞാൻ തന്നെ എടുത്ത എണ്ണയാ, ഞാൻ തന്നെ എടുത്ത എണ്ണ, ഞാൻ തന്നെ അല്ലടാ, എല്ലാം കറിയാം. മുളക് പൊടി ഇച്ചിരി സാരല്ല, നമുക്ക് കണ്ടിട്ടില്ല, കണ്ണടച്ച് കാണിക്കും നിങ്ങള്. നമുക്ക് അത് ഇതില് എന്ത് ചെയ്യാം? നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. കൈ കഴുകിയിട്ടുണ്ടോ? ഞാൻ വരെ കൈ കഴുകിട്ട് ഇവിടെ നിൽക്കുന്നത്. തങ്കു വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? പിന്നെ എന്തൊക്കെയാ കുക്ക് ചെയ്യുന്നത്? കള്ളം പറഞ്ഞ അങ്ങനെ കൈ നാരങ്ങ തെറിച്ചു പോവും. തങ്കു കഴിക്കാനുള്ളതാണ്. ഞാൻ ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പൊ അത് ഇന്ന് ഗസ്റ്റ് വന്നതുകൊണ്ട് ഇപ്പൊ നമ്മളിൽ നിന്ന് അല്ലാതെ കുറച്ച് പരിപാടികളൊക്കെ ഇവർക്ക് അറിയാമല്ലോ അല്ലേ? പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്, ചെറിയ പരിപാടികളൊക്കെ നമ്മൾ എന്തായാലും അറിയണം. ഇതിന്റെ കുരു നമുക്ക് വേണ്ട, കൈപ്പിടി അറിയാല്ലേ? അതെ അതെ അതെ, ഒന്നും വേസ്റ്റ് ആക്കാതെ ഞങ്ങൾ പിഴിഞ്ഞ് എടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നമുക്ക് കുഴയ്ക്കാം, മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇത് 2 ദിവസത്തിന് മുമ്പേ ഇത് ഇലയിൽ പൊള്ളിച്ച്, കൊഞ്ച് ഇലയിൽ പൊള്ളിച്ച് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നു. ഇത് നല്ല വലിയ കൊഞ്ചാണ് നമുക്ക് കിട്ടിയത്, അതും ഫ്രഷ് കൊഞ്ചാണ്. അതിന്റെ ഒരു ഗുണം ഈ ഒരെണ്ണം തന്നെ 200 ഗ്രാം വരും. അതെ അതെ, സാധാരണ നമ്മള് വീട്ടിലൊക്കെ ഇപ്പൊ ഈ 200 രൂപയ്ക്ക് ഒരു 10 കൊഞ്ചൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആ കൊഞ്ചിന് എന്ത് ചെയ്യും? 3 കട്ട് ചെയ്യും, എന്നിട്ട് എല്ലാ പ്ലേറ്റിലും വിളമ്പും നമ്മുടെ അമ്മ. ഞാൻ ആലപ്പുഴയിലൊക്കെ പോലെ നോക്കിയിരിക്കും അല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് പോകുമ്പോ വരണം, ഇങ്ങോട്ട് വരുമ്പോ വരണം, അങ്ങനെയാണ്. വീട്ടിലിതുപോലെ മീനൊക്കെ വാങ്ങിച്ചിങ്ങനെ നന്നാക്കുന്ന സമയത്ത് ഞാനും അടുത്ത് നിന്ന് കൂട്ടിരിക്കും. ബാക്കിയുള്ളവരൊക്കെ വലി, ഞാൻ ചെന്ന് കൂട്ടിരിക്കും. അപ്പൊ കൂട്ടിരിക്കുമ്പോ എന്താ അറിയാമോ,
അതിന്റെ ചില നടുകണ്ടങ്ങളൊക്കെ കിട്ടും. ഇത് നമ്മള് വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഇത് പച്ച കൊഞ്ചാണെങ്കിൽ നമ്മൾ വെറുതെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും, ഉപ്പൊക്കെ ഓക്കെയാണ്, അപ്പൊ ഇതിന് ഓക്കെ ആയിരിക്കും. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പക്ഷേ ഇതൊരു 1 മണിക്കൂറോളം നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. അപ്പൊ ഇത് നന്നായിട്ട് പിടിക്കും. ആ സമയത്ത് നമുക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം. തങ്കു, നമ്മുടെ മാവിൽ നിന്ന് കുറച്ച് മാങ്ങ വരട്ടെ. തങ്കു തന തന്ന തന്നനേ തന്ന തന്ന തന്നന തന്ന തന്നന തന്ന തന്നെ തന്നെ. അതെ അതെ തന്നെ തന്നെ. ഇവിടെ പാട്ടും പാടി വരുമോ? താനെ പഴുത്ത മാങ്ങ, അതാണ് ചേട്ടാ ഉദ്ദേശിച്ചത്. ഇത് മറ്റേ നമ്മുടെ ഇമ്പോർട്ടഡ് അല്ലേ? എവിടെന്നോ കൊണ്ടുവന്ന ഇമ്പോർട്ടന്റ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ഗസ്റ്റുകളും ഇവിടെ വരും. പക്ഷെ ഇപ്പൊ സീസൺ ഫുഡാണല്ലോ, ചക്ക മാങ്ങ എല്ലാം സീസൺ ഫുഡാണ്. പക്ഷെ ഒന്നും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങാറില്ല, എല്ലാം ഈ മണ്ണിൽ നട്ട് വളർത്തി ഞങ്ങള് അവരെ തീറ്റിച്ചിട്ട് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാറില്ല. പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ, നട്ട് വളർത്തുന്നു. ഈ ഗ്ലോ ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല സ്ഫുടത വരും. ഇത് കഴിച്ചാ പിന്നെ എത്ര ഗായകർ വന്നിട്ട് നമ്മളെ മാങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പിന്നെ പാടിയാ പാടുപെട്ടാ. അതെ, ഞാനും ഇടയ്ക്കിടയ്ക്ക് ഓരോ മാങ്ങ കഴിക്കുന്നത് നമുക്ക് സ്ഫുടത വേണമല്ലോ. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് ആ നാവിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ, ഒന്ന് സ്ട്രോങ് ആക്കാം. ഇതൊക്കെ അറിയാമോ? കാരണം അറിയില്ല അല്ലേ? ഓക്കെ, ഇത്രയുള്ള മോളെ, ഇത് വളരെ സിമ്പിൾ ആണ് മോളെ. ഇത്രയുള്ള മോളെ, ഇത്രയുള്ള മോളെ എന്ന് പറയുമ്പോ എന്റെ തോളൊന്ന് ചെറുതായിട്ട് ചരിഞ്ഞു. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ പോകുമ്പോ അല്ല പോകുമ്പോ ഇവിടുന്ന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് എല്ലാം വേണം എനിക്ക്. തങ്കുന്റെ ഹൈറ്റിനുള്ള മറ്റേ പ്ലാവില്ലേ, അതിലെ ചക്ക വേണം, മാങ്ങ വേണം, പിന്നെ കുറെ സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. തന്നെ വിടും, അത് വേറെ കാര്യം. എല്ലാം പാഴ്സലേ തന്നെ വിടുള്ളൂ. അങ്ങനെ പറയരുത്. പിന്നെ വേറെ കാര്യമുണ്ട്, കൈ ശുദ്ധമാണ്, കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സ് ശുദ്ധം, കാണുന്നവരുടെ മനസ്സും ശുദ്ധമായിരിക്കണം. അതെ, ഒന്ന് സ്പീഡായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു മണം അടിക്കുന്നുണ്ടോ? പിന്നെ നല്ലപോലെ അത് വന്നു കയറിയപ്പോൾ എനിക്ക് അടിച്ചായിരുന്നല്ലേ? ഓക്കെ. ഓ, പഴുത്ത മാങ്ങ. കടിക്കട്ടെ? ഓക്കെ അല്ലേ? കൊതിയാവുന്നോ? മണം ചേട്ടാ. അതെ. അർജേ തന തന്നൻ താനനേ തന തന്ന തന്നനേ തന തന്നെ 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 തന്നെ. ഞങ്ങൾ തന്നെ കഴിക്കുകയും ചെയ്യും. തന്നെ കഴിക്കാവോ? ഇതിലപ്പുറം ഞങ്ങൾ എന്താ തരേണ്ടേ? മതി, ഈ ഒരു സ്നേഹം മതി. നമ്മുടെ ഹോം സ്റ്റേ പച്ച പിടിക്കോ? ഉറപ്പായിട്ടും കഴിച്ചോട്ടെ. കഴിച്ചോളൂ. ഇതൊരു ഹാഫ് ആക്കാം. കഴിച്ചോളൂ. ഞങ്ങളുടെ ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നല്ലേ? ഒരു ചിയേഴ്സ് അടിച്ചേക്ക്. തങ്കു ടേസ്റ്റ് ചെയ്യുന്നില്ലേ? അല്ല, കഴിക്കും ആദ്യം. എനിക്ക് എപ്പോഴും ഗസ്റ്റിനെ നല്ല മധുരം. നല്ല മധുരം ആണോ? അങ്ങനെയാണോ? അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് എന്ത് നല്ല സ്ഫുടതയോടെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നോക്കട്ടെ പറ്റുമോ? സംസാരിച്ചേ. ഞാനൊരു ടങ് ട്വിസ്റ്റർ തരാം. ഉറപ്പായിട്ടും. അയ്യോ, മറന്നുപോയി. അയ്യോ, അത് ഈ മാങ്ങ കഴിച്ച തകരാറ് പോലെ. പറഞ്ഞോ. ഇനി ഇതിനെ കിട്ടില്ല. ഉരലിൽ വെച്ചാൽ ഉരുളുമോ? ഉരുളുമോ? സിമ്പിൾ. പറഞ്ഞേ. ഉരുളിൽ വെച്ചാൽ ഉരുളുമോ? ഉരുളുമോ? സ്പീഡിൽ പറയണം, ഇങ്ങനെ നിർത്തി ആർക്കും പറയാൻ പറ്റും. ഓക്കെ, ഉരുളിൽ വെച്ചാൽ ഉരുളുമോ? മാങ്ങ കഴിച്ചോണ്ട് ഇതിന് മുൻപ് ഞാൻ ഇതൊക്കെ ചേട്ടാ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമല്ലേ? ഫ്രഷ് തങ്കൂരെ കൊണ്ടേ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു ഫ്രഷ് പറയൂ നോക്കട്ടെ. പറഞ്ഞു പറിച്ച പറക്കി മാങ്ങയെ പറയാതെ പറിച്ചെന്ന് പറയേണ്ടി വന്നു. ഞാൻ പോട്ടെ, മാങ്ങ കഴിക്കണ്ടായിരുന്നു. എനിക്ക് വയ്യേട്ടാ, എനിക്ക് ക്ഷീണിച്ചിരിക്കുവാ. സിമ്പിളാണത്. ഇത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ക്ഷീണം വരും. സിമ്പിളാണ്. ഞാൻ പോവാ. പറഞ്ഞു പറിച്ച പറങ്കി മാങ്ങയെ പറയാതെ പറിച്ചെന്ന് പറയേണ്ടി വന്നു. ആദ്യം നമ്മൾ അഞ്ജലി ട്രൈ ചെയ്യും. ഞാൻ പറയൂല, നമ്മളെ ഗസ്റ്റ് അല്ലേ, നമ്മൾ കൂടുതൽ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല. വേറെ പറയാം. സിമ്പിൾ. കൊട്ടാരക്കരയിൽ ഇട്ട കുട്ട കട്ടൻ വട്ടനോ ചട്ടനോ പൊട്ടനോ.
ഇത് കട്ട് ചെയ്തേ, ഞാൻ പോവാ. കൊട്ടാരക്കരയിൽ ഇട്ട മുട്ട കട്ടതോ പൊട്ടതോ? കൊട്ടാരക്കരയിൽ ഇട്ട മുട്ട കട്ട കുട്ടൻ, വട്ടനോ ചട്ടനോ പൊട്ടനോ? കൊട്ടാരക്കരയിൽ അതെനിക്ക് മനസ്സിലായി. മുട്ട കട്ടൻ എന്താണ്? ആരാ ഇപ്പൊ മുട്ട ഇട്ടതാരാ? കൊട്ടാരക്കരയിൽ അല്ലെ നമ്മള് ടാസ്ക് ഇവിടെ ഇത് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുന്ന് മാക്സിമം നമുക്ക് കേട്ടാ. കൊട്ടാരക്കരയിൽ ഇട്ട മുട്ട കട്ട കുട്ടൻ, വട്ടനോ ചട്ടനോ പൊട്ടനോ? കൊട്ടാരക്കരയിൽ ഇട്ട മുട്ട കട്ട കൂട്ടാൻ, കട്ടനോ പൊട്ടനോ ചട്ടനോ? ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ സ്പീഡാ പറഞ്ഞേ, ഒന്നുകൂടെ സ്പീഡാ പറഞ്ഞേ. കൊട്ടാരക്കരയിൽ ഇട്ട മുട്ട കട്ട പൊട്ടൻ കുട്ടൻ. ഓക്കെ, കൊട്ടാരക്കരയിൽ ഇട്ട മുട്ട കട്ട കുട്ടൻ, ചട്ടനോ പൊട്ടനോ വട്ടനോ? ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. 10 മാറി. അതെ, ഒരു മാങ്ങയോടെ കഴിച്ചങ്ങ് സെറ്റ് ആവും. അല്ലെ, ഇതുണ്ട്. എന്താണ് ചേട്ടാ, ഒന്നുകൂടെ പറയൂ. എന്താണ്? ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. ഓക്കെ, അത് ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. 5 പ്രാവശ്യം പറയൂ. ദത്തുപുത്രന്റെ ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് ഞാൻ എനിക്കൂടെ തെറ്റിപ്പോയി. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. ഒന്നുകൂടെ പറഞ്ഞു. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. ഞങ്ങളെ മാങ്ങ പകുതിയും തിന്ന് തീർത്തില്ല. ഒന്നുകൂടെ പറഞ്ഞു. അല്ല, ഇത് കഴിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കുഴപ്പമായത്. അല്ലെങ്കിൽ ഞാൻ ഇതിലും വൃത്തിയായിട്ട് പറയാം. ഞങ്ങളെ മാങ്ങയുടെ പ്രത്യേകത. അതൊക്കെ പറയാൻ പറ്റുന്നതാണ് പൊതുവേ ഉള്ളൊരു ജനസംസാരം. പക്ഷെ നമുക്ക് ഇതിനൊന്നും പറ്റൂല എന്നുള്ള നിങ്ങൾ തെളിയിച്ചപ്പോ. അല്ലെ, ശരിക്കും നമ്മള് തോൽവി സംഭവിച്ചല്ലോ അല്ലേ? ഏതായിരുന്നാലും ഭംഗിയായിട്ട് പറഞ്ഞല്ലോ. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അടുത്തത് ബിഗ് ബോസ് ഒക്കെ വരാൻ പോകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ബിഗ് ബോസിലെ ജീവിതം ഈ മാങ്ങയോടെ വെച്ചിട്ട് പറഞ്ഞാൽ ദീർഘനിശ്വാസമൊക്കെ എടുത്ത് സമാധാനത്തിൽ പറയാന്ന്. ഇത് സ്ക്രിപ്റ്റഡ് ആണോ? നമ്മള് കാണുമ്പോ നമ്മൾ എഴുതിക്കൊണ്ടു പോണം. ഈ മാങ്ങ പോലെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ഭംഗിയാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതങ്ങോട്ട് കഴിച്ചിറക്കി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അടുത്ത പീസ് കഴിക്കുന്ന ത്വരയില്ലേ, അതുപോലെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ഇപ്പൊ കിട്ടിയ പോലത്തെ നല്ല ടാസ്കുകളായിരിക്കും. പിന്നെ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെങ്കിൽ ഒരു ട്രോമ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അതിപ്പോ നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ നല്ലതായിരുന്നു, അതിനകത്ത് നല്ലതായിരിക്കും. അങ്ങനെയാണോ സംഭവം? അതോ ഇവര് തന്നെ സ്ക്രിപ്റ്റ് എങ്ങനെയാ? അല്ല, എല്ലാം അവിടെ മേഡത്തിനോട് അറിയണ്ടേ? അല്ല, എനിക്കറിയാം. ഞാൻ സൈഡ് വാരം നിൽക്കുന്ന ആളാ. സ്ക്രിപ്റ്റഡ് ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കുറെ കാര്യങ്ങളും വഴക്കുകളും സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഫുൾ ക്യാമറയാണ്. അപ്പൊ 24 hours ക്യാമറ ഓഡിയോ റെക്കോർഡഡ് ആയിരിക്കും. ഈവൻ വാഷ്റൂമിൽ വരെ ക്യാമറ ഉണ്ട്. അപ്പൊ നല്ലതായിരിക്കും. അതെ, ഭയങ്കര നല്ലതായിരിക്കും. തങ്കു പോവാണെന്നുണ്ടെങ്കിൽ അല്ല, ക്യാമറ ഇല്ല, സോറി. തങ്കു പോവാറില്ല, കുളിക്കാറില്ല. പേടിച്ചു പോയല്ലേ? എന്താ പറയാൻ പറഞ്ഞ? ഇല്ലില്ല, വാഷ്റൂമിൽ വരെ മൈക്കുണ്ട് ആക്ച്വലി. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാലും, അതായത് ഇവിടെ നമ്മളിപ്പോ തങ്കുവിന്റെ കുറ്റം തങ്കു കേൾക്കാണ്ട് പറഞ്ഞില്ലേ, അതുപോലെ നമ്മളെ പറയാൻ പറ്റത്തില്ല. അതാണ് സീൻ. എല്ലാരും അറിയും, എല്ലാരും കേൾക്കും. അതെ, ശരിക്കും എത്ര ക്യാമറ ഉണ്ട്? അതല്ല, നമുക്കറിയുന്ന ക്യാമറ ഉണ്ട്, പിന്നെ അറിയാതെ വെച്ചിരിക്കുന്ന ക്യാമറകൾ 72ഓളം ക്യാമറ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് എണ്ണി തീർക്കാൻ പോലും പറ്റിയില്ല. അതിനുള്ളിൽ ഞാൻ എവിക്റ്റായി വീട്ടിൽ വന്നില്ലേ. അയ്യോ, ക്യാമറ പോയതുകൊണ്ടാണ് എവിക്റ്റ് ചെയ്യുന്നത്. വീട്ടുകാർ ഇറങ്ങി വന്നപ്പോ ഫുൾ സൈബർ അറ്റാക്കും പരിപാടികളൊക്കെ എങ്ങനെ അവര് ഡീൽ ചെയ്തു? പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ നമുക്ക് ആ ധൈര്യം ഉള്ളതുകൊണ്ട്. പക്ഷെ അമ്മയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കരച്ചിലായിരുന്നു അത്രേ. ഒരു മാസം കരഞ്ഞ്, ഒരു മാസം വെറുതെ ഇരുന്ന് കരയായിരുന്നു. ഓർക്കപ്പുറത്ത് വന്ന എവിക്ഷൻ ആയിരുന്നല്ലോ, അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു. അതായിരുന്നു സങ്കടം. സൈബർ അറ്റാക്ക് നമ്മൾ മൈൻഡ് പോലെ ചെയ്യുന്നില്ല. അങ്ങനെ അങ്ങനെയല്ല, അത് വേറെ. അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ എവിടെ പരിപാടി ഓക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മള് സൈബർ അറ്റാക്ക് ഞാൻ വലുതായിട്ട് അങ്ങ് പേടിച്ചില്ല. ഞാൻ ഭയങ്കര കൂളായിട്ട് എടുത്തോളൂ. പക്ഷെ എവിക്റ്റായി വന്നതിന്റെ സങ്കടം എനിക്ക് ഒരു മാസം ഉണ്ടായിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന സമയത്താണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ വ്ളോഗൊക്കെയാണ് അതിലൂടെ നമ്മള് രക്ഷപ്പെട്ടു. അതെ അതെ അതെ. നിങ്ങൾക്കിടയിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഞങ്ങൾക്കിടയിലാണോ? അതെ, തങ്കുവിനും അനുവിനെ അറിയാം, ബിൻസിക്കും അനുവിനെ അറിയാം അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ആ പരിചയത്തെ ഓർക്കുന്നത്? എന്തോ നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു പറയൂ? അല്ല, നിങ്ങൾ തമ്മിൽ ഭയങ്കര കോംബോ ഒക്കെ അല്ലായിരുന്നോ? നിങ്ങൾ ഒരുമിച്ച് സ്കിറ്റ് ഒക്കെ ചെയ്തില്ലേ? ചങ്സ് അല്ലായിരുന്നോ? അല്ലേ? അതെ, ഞങ്ങൾ തമ്മിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നേരി കണ്ട അടി ഇടി.
ഇപ്പൊ അങ്ങനൊന്നും ഇല്ല, കാരണം അനുവിനെ നമ്മൾ നോക്കാറില്ല, വിളിക്കാറില്ല, പറയാറില്ല. അപ്പൊ പിന്നെ അടി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഓക്കെ, കൂടുതൽ കടക്കണ്ട. ഹോം സ്റ്റേയിൽ അനുവിനെയും കൊണ്ടുവരണമല്ലോ, എന്നാലും ഇത് ലോൺ എടുത്തുണ്ടാക്കിയതാണ്. നിങ്ങളുടെ വ്ലോഗ് ഞാൻ ഇടണോ, ഹോം സ്റ്റേയുടെ വ്ലോഗ് ഇടണോ വേണ്ടത് ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മള് സ്നാക്സ് എന്തായാലും കഴിച്ചല്ലോ. ഇനി നമുക്ക് മെയിൻ നമ്മുടെ കുക്കിംഗ്. വിശന്നിട്ട് നമ്മൾ വന്ന സമയത്ത് കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതിനിടയിലാണല്ലോ നമ്മള് നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നത്. ഇനിയിപ്പോ അവിടെ ഒരു മെയിൻ പരിപാടികളുണ്ട്. ഓക്കെ, തങ്കോ കൊഞ്ചു കൊണ്ടുവരുമോ? എത്തിയിട്ടുണ്ടേ. എണ്ണ ഒഴിക്കുവാണേ. എനിക്ക് കത്തി. അയ്യോ, ഇതൊന്ന് കട്ട് ചെയ്ത് തരൂ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കുഞ്ഞുള്ളി അരിഞ്ഞതിടാം. നമ്മുടെ തവി. ഓക്കെ, കള്ളന്റെ ഈ താക്കോൽ ഏൽപ്പിച്ചെന്ന് പറയുന്ന പോലെ ചെമ്മീൻ കൊതിച്ചിയുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതിങ്ങനെ കണ്ണ് കാണാൻ പറ്റുന്നില്ല കേട്ടാ. ഒരു 2-3 പച്ചമുളകും കൂടെ കുറച്ചേ ഉപ്പിടുമ്പോ പെട്ടെന്ന് വഴന്ന് വരും. ഓക്കെ, ഇപ്പൊ മറ്റേത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പൊ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ അല്ലേ? ഇത്തിരി മതി. പച്ചവെള്ളമായിട്ടുണ്ട്, പ്രഷറായിട്ടുണ്ട്, ഇഞ്ചി ആയിട്ടുണ്ട്. ഇടുവോ? ഇട്ടോ. ഏതാ വേണ്ടത്? 2 വേണമല്ലോ നമുക്ക്. ഇഞ്ചി പച്ചവെള്ളം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി പച്ചവെള്ളം. യെസ്. ടൊമാറ്റോ, വെളുത്തുള്ളി ഇട്ടിട്ടില്ല. വെളുത്തുള്ളി ഒരു 2 തക്കാളി ഇട്ടോ. ഓരോന്നേ നമുക്കേ പിൻസിലെടുത്ത് പറഞ്ഞങ്ങിടുക. ഓക്കെ, നമ്മൾ ഇന്നതാണ് എന്നുള്ളത്. അപ്പൊ നമ്മളെ സ്പെഷ്യൽ വീട്ടിൽ ചെന്ന് പരീക്ഷിക്കാൻ ചെയ്യാലോ. ഇത് നല്ലപോലെ വഴന്ന് വരണം. ഈ പറയുന്ന കണ്ണാടി പോലെ ചെറിയ ഉള്ളി വഴന്ന് വരണം. അങ്ങനെ വരുന്നുണ്ടോ? വരും. വന്നോ മതിയായിരുന്നു. അഞ്ജലി കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചെമ്മീൻ. സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതില് എനിക്ക് ചെമ്മീൻ പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് ചെമ്മീൻ ആയതുകൊണ്ട് എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കുക്കിങ്ങിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല, അത് കാരണം എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മാഡം വെളുത്തുള്ളിയും കൂടെ ഇട്ടോളൂ. ഓക്കെ, ഇനി തക്കാളി ഇതാ. തങ്കു അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. വേണ്ട, നമ്മുടെ ഹോം സ്റ്റേയുടെ ഐശ്വര്യ ആരാ? തങ്കു. ഈ കുക്കിംഗ് കണ്ടിട്ട് വരണം ആൾക്കാർ. അതെ അതെ. ടൊമാറ്റോ കൂടെ ഇടാം. നമ്മുടെ ഹോം സ്റ്റേയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ നല്ല മഴയും കോടയും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതെ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ മഴ പെയ്യുന്നത് ഒരു പതിവാണല്ലോ. സോ ഈ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണീന്ന് കുറച്ച് കണ്ണീരും എക്സ്പീരിയൻസ്. അങ്ങനെയെങ്കിലും നീ കരഞ്ഞു കാണാം. തങ്കു ഇപ്പൊ ഏറ്റവും വലിയ കോമഡിയെ മഴയൊക്കെ നനഞ്ഞ് നമ്മൾ നല്ല ആംബിയൻസിൽ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിനെ ഞങ്ങൾ രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാ. മേക്കപ്പിലേക്ക് പോകുന്നില്ല. ഇതിപ്പോ എന്തായാലും നന്നായിട്ട് ഓൾമോസ്റ്റ് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ടേ. ഇപ്പൊ തക്കാളി ഇപ്പൊ ഇട്ട സ്ഥിതിക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് ഉള്ളിക്കൊരു ഫിഗർ ഉണ്ടായിരുന്നല്ലോ, ഉള്ളിയുടെ മുകളിൽ നമ്മൾ കണ്ണാടി കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളിക്ക് മനസ്സിലാവരുത് ഞാനായിരുന്നു ആ ഉള്ളി. സൂപ്പർ കൗണ്ടർ ആയിരുന്നു, മുങ്ങിപ്പോയി. ഉള്ളിക്ക് കണ്ണാടി. അപ്പൊ ഞാൻ പറഞ്ഞു അമിതാഭ് ബച്ചന്റെ, പക്ഷെ അത് അടുപ്പിലിട്ട് കത്തിച്ച് കറിയും പോവും, ഈ പറഞ്ഞ കൗണ്ടറും പോവും, എല്ലാം പോവും. എന്തിനാ വെറുതെ അല്ലേ? അപ്പൊ എന്തായാലും ഇത് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നത് കൊണ്ട് നമുക്ക് പൊടി ഐറ്റംസ് ഇടാം. മുളക് പൊടി. ഓക്കെ, മുളക് പൊടി. മസാലപ്പൊടി ആയിരിക്കും അല്ല, മല്ലിപ്പൊടി. ഇത് മല്ലിപ്പൊടി. ഓക്കെ, എടുത്തപ്പോഴേ നേരത്തെ എണ്ണയ്ക്ക് പറ്റിയതുപോലെ പറ്റാൻ പാടില്ലല്ലോ. ഇത് മസാലപ്പൊടിയാ അല്ലേ? ഇതാണ് ഗരം മസാല. ഓക്കെ, എന്താണോ താങ്കൾക്ക് ഒരു കയ്യബദ്ധം. തീരെ കേറി ശീലമില്ലാന്ന് തോന്നുന്നു. അതെ, കാപ്പിപ്പൊടി. സ്പെഷ്യൽ പൊടി. ഈ പൊടിക്ക് ഒരു മണവും ഇല്ല, ഗുണവും ഇല്ല. പെരുംജീരകം. ഇത് പെരുംജീരകം എനിക്ക് തോന്നുന്നത്. അല്ല, അതെന്തിനാ ഇവിടെ വെച്ചിരിക്കണേ? എനിക്കറിയില്ല. ഇതിന് മണവും ഇല്ല, ഗുണവും ഇല്ല. ഇച്ചിരി ഇട്ടേക്കല്ലേ? പിന്നെ ഇട്ടേക്ക്.
ഇത് പേരറിയാത്തൊരു പൊടി എന്നതിൽ വിചാരിക അല്ല, ഇച്ചിരി പെരിഞ്ജീരകം. ഓക്കെ, നമ്മള് പെരിഞ്ജീരകം കൂടി പൊടിച്ച് ഇട്ടു. ഇത് ഞങ്ങൾ നമ്പർ ഇട്ടതാന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞ് സമാധാനം. അതെ അതെ, നമുക്കിതൊക്കെ അറിയാം പാടില്ലെന്നിട്ടല്ല. എന്തായാലും നന്നായിട്ട് സെറ്റായി, മസാല സെറ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് പെട്ടെന്ന് പ്രോൺസിനെ ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് മാറ്റണം. അപ്പൊ ഇത് അവിടെ റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ഇതേ ചീനച്ചട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോൺസ് ഒന്ന് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ അവിടെ നമ്മൾ വേറെ കാര്യമുണ്ട്, നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി ചില പരിപാടികൾ കൂടെ നടന്നുകൊണ്ടിരിക്കും. മഴ പക്ഷെ നമ്മൾ തളരില്ല. ആർക്കും നമ്മളെ തളർത്താൻ പറ്റത്തില്ല. നമ്മളെ ഗസ്റ്റ് നമ്മളെ തേടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗസ്റ്റിനെ പരമാവധി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല ഇവിടെ നിന്ന്. എനിക്ക് ഈ നമ്മുടെ സ്ഥിരം അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചേട്ടാ. നമ്മളെ സ്ഥിരം നമ്മുടെ അടുക്കളയിൽ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യാൻ ഒരു ടെൻഡൻസി എന്താണെന്നറിയോ അഞ്ജലി? എന്തോ ഇന്നെങ്കിലും നനയുന്നത് നല്ലതാണ്. അതെ, ഇടയ്ക്കെങ്കിലും കുളിക്കണം. അതായത് നമ്മള് എന്ത് ചെയ്യുന്നറിയോ, അടുക്കളയിൽ നിന്ന് എങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നേ, ടേസ്റ്റ് നോക്കുന്നത് എങ്ങനെയാ, ഇങ്ങനെ എടുത്ത് വെക്കും, ഇങ്ങനെ വെക്കും. എന്തൊക്കെയോ കുറവുണ്ട് കേട്ടോ, ഒന്ന് നോക്കോ. ബുദ്ധിയാണെങ്കിൽ ഈ മനുഷ്യനെ കുറച്ച് കുറവുണ്ട്, അതായിരിക്കും. അത് തന്നെ, ഇനി ബുദ്ധിയുള്ളവരങ്ങോട്ട് കത്തി കയ്യിലിരിക്കുന്നവർ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. ബുദ്ധിയുള്ളവർ ഇളക്കിയാൽ ഓക്കെ. ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ നമ്മൾ എല്ലാം തുറന്ന് സമ്മതിക്കുന്നു. ഇത്രയും നേരം നിന്ന് ഇതെല്ലാം കഴുകി ഇതെല്ലാം കട്ട് ചെയ്ത് തന്ന് എല്ലാം ചെയ്ത് പിന്നെ ബുദ്ധിയില്ലാന്ന് പറഞ്ഞു. ഒരു കറിവേപ്പില കളയുന്ന പോലെ അയ്യോ അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്ക് ഈ പരിപാടി ഒന്നും അറിയത്തില്ല, കഴിക്കാൻ അറിയത്തുള്ളൂ. ബുദ്ധിയുള്ളവർ ചെയ്താൽ മതി. അല്ല എനിക്ക് ബുദ്ധിയില്ല. അല്ല തങ്കു, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കൂടെ തന്നെയല്ലേ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് മഴ കൊണ്ടുപോയി. പിന്നെ ഒന്നും ബുദ്ധിയില്ല അങ്ങനെ അങ്ങനെ പറയണതിന്റെ അതിന്റെ ആവശ്യമുണ്ട്. അല്ല ചേട്ടാ, ചേട്ടന് ഇത്ര വിഷയം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി തരാം, അത് മതിയോ? നിങ്ങൾ ഗസ്റ്റ് അല്ലേ, നിങ്ങളെ വിളിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്തിനു പറഞ്ഞു കൊണ്ടത്? അല്ല നമ്മള് തമാശക്ക് പറഞ്ഞ കാര്യമില്ല, അത് ചേട്ടാ സീരിയസ് ആയിട്ട് എടുത്തില്ല. അല്ല കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞില്ല ഞാൻ കൊച്ചുകുട്ടിയാന്ന്. അപ്പൊ കൊച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടി അങ്ങ് പോവാ, നിങ്ങളത് ചെയ്യും. വെറുതെ പോയല്ലേ ചെമ്മീനും കൊണ്ടു. ഇവിടെ എനിക്കറിയാൻ വയ്യ, ആര് പോയാലും ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കും, മനസ്സിലായ? അങ്ങനെയാണ് ഞാനും ഇല്ല, ഞാനും പോവാ അഞ്ജലി. കാരണം വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? തങ്കു